പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഫാദർ മന്ത്ര. എല്ലാവർക്കും TH ടെമ്പിൾ ടു ഹോം മെഡിറ്റേഷനിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ലോക ജനസംഖ്യയിലെ 80 മുതൽ 85% പേർ ഏതെങ്കിലും രൂപത്തിൽ ദൈവത്തിൽ അല്ലെങ്കിൽ ആത്മീയതയിൽ വിശ്വസിക്കുന്നവരാണ്. മതങ്ങൾ വ്യത്യസ്തമായാലും ഒരു കാര്യം പൊതുവാണ്: മനുഷ്യൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഒരടിസ്ഥാന ചോദ്യം: നാം എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഇന്നത്തെ ലോകത്തിൽ ആശങ്ക, അനിശ്ചിതത്വം, ആന്തരിക അസ്വസ്ഥത എന്നിവ വ്യക്തി ജീവിതത്തിൻ്റെ പതിവ് അനുഭവങ്ങളായി മാറുന്നു. ഈ സാഹചര്യങ്ങൾ മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തെയും പ്രാർത്ഥനയുടെ സ്വഭാവത്തെയും ആഴത്തിൽ സ്വാധീനിക്കുന്നു. ദൈവത്തെ ഒരു ആന്തരിക സാന്നിധ്യമായി അനുഭവിക്കുന്നതിനേക്കാൾ പ്രശ്ന പരിഹാര കേന്ദ്രിത സമീപനത്തിലേക്ക് മാറുന്ന ഒരു പ്രവണത വ്യക്തമായി കാണപ്പെടുന്നു. അതുകൊണ്ട് ചോദ്യം ഇതാണ്: നമ്മുടെ പ്രാർത്ഥന ദൈവമായിട്ടുള്ള ആന്തരിക ബന്ധമാണോ, അല്ലെങ്കിൽ സുരക്ഷയ്ക്കും ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള ഒരു ലിസ്റ്റ് മാത്രമാണോ? ഇന്ന് നാം പരിശോധിക്കുന്നത് സർവൈവൽ ബ്രെയിൻ, മനുഷ്യൻ്റെ ജീവൻ രക്ഷാ സംവിധാനം, പ്രാർത്ഥനയെ എങ്ങനെ രൂപപ്പെടുത്തുന്നു. സ്നേഹമുള്ളവരെ, യേശു പഠിപ്പിച്ച ധ്യാനത്തിൻ്റെ ആദ്യപടി, ഫസ്റ്റ് സ്റ്റെപ്പ്, നിന്റെ മുറിയിലേക്ക് പോകുക. ആ മുറിയുടെ 2 തലങ്ങളിൽ മനസ്സെന്ന മുറിയിലെ SER സെർ, ആദ്യ ഉപമുറിയായ സർവൈവൽ ബ്രെയിൻ, ജീവൻ രക്ഷാ മുറി, മനുഷ്യൻ്റെ അടിസ്ഥാന ന്യൂറോബയോളജിക്കൽ ഘടന, ജീവിതത്തിലെ ഭൂരിഭാഗം തീരുമാനങ്ങളെയും അദൃശ്യമായി സ്വാധീനിക്കുന്ന ആന്തരിക ബ്രെയിൻ സംവിധാനം. പരിജ്ഞാത്മക ന്യൂറോ സയൻസ്, എവല്യൂഷണറി ന്യൂറോ സയൻസ് പറയുന്നത് മനുഷ്യൻ്റെ മസ്തിഷ്കം ആദ്യം രൂപപ്പെട്ടത് സന്തോഷത്തിനോ ആത്മസാക്ഷാത്കാരത്തിനോ വേണ്ടിയല്ല, ജീവൻ നിലനിർത്തുന്നതിനാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരടിസ്ഥാന ചോദ്യം: എൻ്റെ ജീവിതം സുരക്ഷിതമാണോ? ഉദാഹരണമായി, നിങ്ങൾ ജോലി തിരഞ്ഞെടുക്കുമ്പോൾ ചോദിക്കും: സ്ഥിരതയുണ്ടോ? സമ്പാദിക്കുമ്പോൾ ഭാവി ഉറപ്പുണ്ടോ? ബന്ധങ്ങൾ നിർമ്മിക്കുമ്പോൾ സ്വീകരണമുണ്ടോ? പുറമേ സാധാരണ ജീവിതം പോലെ തോന്നാം, പക്ഷേ ആഴത്തിൽ ഇതെല്ലാം ഒരു ആന്തരിക ആവശ്യത്തെ ചുറ്റിപ്പറ്റിയാണ്. മനുഷ്യൻ ജീവിക്കുന്ന രീതിയും അവൻ പ്രാർത്ഥിക്കുന്ന രീതിയും വേർതിരിച്ച് കാണാനാവില്ല. ജീവിതത്തിൽ സുരക്ഷയാണ് കേന്ദ്രമെങ്കിൽ പ്രാർത്ഥനയും സുരക്ഷയ്ക്കായിരിക്കും. അപ്പോൾ ദൈവം സാന്നിധ്യമല്ല, പ്രൊവൈഡറായി അനുഭവപ്പെടും. അതോടെ പ്രാർത്ഥന ബന്ധമല്ല, ഒരു ആവശ്യ ലിസ്റ്റായി മാറും, ഒരു അഭ്യർത്ഥന പട്ടികയായി മാറും. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന വസ്തുതയുണ്ട്: മനുഷ്യൻ നിരന്തരം സുരക്ഷ തേടുന്നവനാണ്. എന്നാൽ ഈ തുടർച്ചയായ സുരക്ഷാന്വേഷണം യഥാർത്ഥ ശാന്തിയിലേക്ക് നയിക്കുന്നുണ്ടോ? ഇല്ല. ധനം ഉള്ളവർക്ക് ഭയമില്ലേ? ഉണ്ട്. വീട് ഉള്ളവർക്ക് ആകുലതയില്ലേ? ഉണ്ട്. ആരോഗ്യമുള്ളവർക്ക് മരണഭയമില്ലേ? ഉണ്ട്. വിജയിച്ചവർക്ക് അകത്തെ അസ്വസ്ഥതയില്ലേ? ഉണ്ട്. എന്തുകൊണ്ട്? കാരണം സർവൈവൽ ബ്രെയിൻ ഒരിക്കലും മതി എന്ന് പറയുന്നില്ല. ഇന്ന് സുരക്ഷ ഉണ്ടെങ്കിൽ നാളെ അത് നഷ്ടമാകുമോ എന്ന ഭയം തുടങ്ങും. സർവൈവൽ ബ്രെയിൻ ശാന്തി അന്വേഷിക്കുന്നില്ല, സുരക്ഷ മാത്രമാണ് അന്വേഷിക്കുന്നത്. അതിനാൽ ഒരാവശ്യം തീർന്നാൽ മറ്റൊന്ന് തുടങ്ങും, ഒരു പ്രശ്നം തീർന്നാൽ മറ്റൊന്ന് വരും.
ഇവിടെ നിന്നാണ് സർവൈവൽ ബേസ്ഡ് പ്രയർ രൂപപ്പെടുന്നത്. സർവൈവൽ ബ്രെയിൻ പ്രാർത്ഥനയെ നിയന്ത്രിക്കുമ്പോൾ ദൈവത്തെ നാം കാണുന്ന രീതിയും മാറും. ആരാണ് ദൈവം? ദൈവം സാന്നിധ്യമല്ല, നൽകുന്നവൻ. അപ്പോൾ പ്രാർത്ഥനയോ ഒരു ലിസ്റ്റായിരിക്കും. എന്തായിരിക്കും ആ ലിസ്റ്റ്? എനിക്ക് ജോലി വേണം, എൻ്റെ രോഗം മാറണം, എൻ്റെ പ്രശ്നം തീരണം, എൻ്റെ ഭാവി സുരക്ഷിതമാക്കണം. ഇവ തെറ്റാണോ? തെറ്റല്ല. പക്ഷേ ഇത് പ്രാർത്ഥനയുടെ ആദ്യഘട്ടം, സർവൈവൽ സ്റ്റേജ് മാത്രം. ഇവിടെ ദൈവം ഒരു സപ്ലയറാണ്, പ്രാർത്ഥനയോ റിക്വസ്റ്റ് സിസ്റ്റമാണ്, വിശ്വാസമോ ഒരു കോൺട്രാക്റ്റ്. ഫലം കിട്ടിയാൽ എൻ്റെ വിശ്വാസം വർദ്ധിക്കും, ഫലം കിട്ടിയില്ലെങ്കിലോ വിശ്വാസം ക്ഷയിക്കും. ബന്ധത്തിൻ്റെ അടിസ്ഥാനം ഇവിടെ സ്നേഹമല്ല, പ്രതിഫലം. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ പാർപ്പിടം, ഭക്ഷണം, വസ്ത്രം എന്നിവയെ യേശു ഒരിക്കലും നിഷേധിച്ചില്ല. അവയെ പാപമായി വ്യാഖ്യാനിച്ചുമില്ല. പക്ഷേ അവൻ ഒരു മാറ്റം നിർദ്ദേശിച്ചു, ഒരു ആന്തരിക മാറ്റം, ഒരു ന്യൂറൽ ഷിഫ്റ്റ്. അവൻ ചോദിച്ചു, നിങ്ങൾ എന്ത് ഭക്ഷിക്കും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും? ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ മുഴുവൻ ചിന്തയും സമയവും ഇവയെക്കുറിച്ചു മാത്രമാണോ? യേശു പറഞ്ഞു, ചോദിക്കൂ, നിങ്ങൾക്ക് ലഭിക്കും. ഇത് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണയായി ഒരു ആവശ്യ ലിസ്റ്റ് ചിന്തിക്കും. പക്ഷേ യേശു ഉടൻ ചോദിച്ചു, മകൻ അപ്പം ചോദിച്ചാൽ പിതാവ് കല്ല് കൊടുക്കുമോ? മത്സ്യം ചോദിച്ചാൽ പാമ്പ് കൊടുക്കുമോ? ഇവിടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഏറ്റവും ആഴത്തിലുള്ള ബോധ്യം ഒളിഞ്ഞിരിക്കുന്നു. കല്ല്, പോഷകമില്ലാത്ത ലഭ്യത. ഓർക്കുക, കല്ല് ഭക്ഷണമല്ല. പക്ഷെ വിശപ്പുള്ള ഒരാൾ അറിയാതെ അത് കഴിച്ചാൽ വയറ് നിറഞ്ഞതുപോലെ തോന്നാം, പക്ഷെ മനം നിറയില്ല. വയർ കല്ലുപോലെ ആകും, ദഹനം തകരും, ശരീരം ക്ഷീണിക്കും. അതുപോലെ നാം പ്രാർത്ഥനയിൽ ചോദിക്കുന്ന ചില കാര്യങ്ങൾ ലഭിച്ചാൽ ഒരു നിറവ് പോലെ തോന്നാം, ഒരു നിമിഷം സന്തോഷം നൽകാം, പക്ഷേ ആന്തരിക നിറവ് നൽകില്ല. ആന്തരിക വളർച്ചയ്ക്ക് കല്ല് ഭക്ഷണമല്ല. കൂടുതൽ നേടുന്നതല്ല ആന്തരിക വളർച്ച, മറിച്ച് കൂടുതൽ വ്യക്തതയാണ്. ചില ആവശ്യങ്ങൾ ലഭിച്ചാലും ശാന്തി വർദ്ധിക്കില്ല, അകത്ത് ശൂന്യത തുടരും. കല്ല് വിശപ്പിനെ തീർക്കുന്നില്ല, ശരീരത്തെ ദുർബലമാക്കുന്നു. അതുപോലെ പോഷകമില്ലാത്ത ആവശ്യങ്ങൾ ആന്തരിക വിശപ്പിനെ തീർക്കുന്നില്ല. അപ്പോൾ യേശുവിൻ്റെ ചോദ്യം, നീ ചോദിക്കുന്നത് ജീവിതത്തെ പോഷിപ്പിക്കുന്നതാണോ, അല്ലെങ്കിൽ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന കല്ലുകളാണോ? 2, പാമ്പ്. ചലനം, ജീവൻ ഉള്ളതുപോലെ തോന്നും, ആകർഷണമുണ്ടാകാം, പക്ഷേ അതിൻ്റെ ഉള്ളിൽ വിഷമുണ്ട്. നമ്മുടെ ചില ആഗ്രഹങ്ങൾ പാമ്പ് പോലെ പുറമേ വിജയമായി തോന്നും, പക്ഷേ പതുക്കെ ആന്തരിക സ്വാതന്ത്ര്യം നശിപ്പിക്കും. അഹങ്കാരം വർദ്ധിപ്പിക്കുന്ന ആഗ്രഹങ്ങൾ, മറ്റുള്ളവരെ മറികടക്കാനുള്ള ആവശ്യം, നിയന്ത്രണം നേടാനുള്ള നിർബന്ധം, ഇവ വിജയമായി തോന്നും, പക്ഷെ ശാന്തി ഇല്ലാതാകും. പാമ്പിൻ്റെ വിഷം ഉടൻ കൊല്ലണമെന്നില്ല, പക്ഷെ പതുക്കെ പതുക്കെ പടരും. അതുപോലെ ചില ലഭ്യതകൾ ഉടൻ ദോഷം കാണിക്കണമെന്നില്ല, പക്ഷേ ആന്തരിക ജീവനെ അത് നശിപ്പിക്കും. അപ്പോൾ ചോദ്യം, നീ പ്രാർത്ഥിക്കുമ്പോൾ ജീവിതമാണോ ചോദിക്കുന്നത്, അല്ലെങ്കിൽ വിഷമുള്ള വിജയമാണോ? അകത്തെ ശാന്തി നഷ്ടപ്പെടുത്തുന്ന പാമ്പുകളാണോ? ഇവിടെയാണ്
നമ്മുടെ ഇന്നത്തെ ടൈറ്റിൽ ജീവിക്കുന്നത്. പ്രാർത്ഥന ഒരു ലിസ്റ്റാണോ? ദൈവം സപ്ലയറാണോ? ദൈവം സപ്ലയർ ആണെങ്കിൽ നാം എന്തും ചോദിക്കും. കല്ലു ചോദിക്കും, പാമ്പും ചോദിക്കും. പക്ഷേ ദൈവം പിതാവാണെങ്കിൽ അവൻ നൽകുന്നത് ജീവിതമാണ്. പ്രാർത്ഥനയുടെ ആഴം ലഭിക്കുന്നതിൽ അല്ല, ബന്ധത്തിലാണ്. സർവൈവൽ ബ്രെയിൻ ചോദിക്കുന്നത് സുരക്ഷ, നിയന്ത്രണം, ഉറപ്പ്. അവേക്കൻഡ് കോൺഷ്യസ്നസ് ചോദിക്കുന്നത് സാന്നിധ്യം, ജീവിതം, ശാന്തി. ഇവിടെയാണ് മാറ്റം തുടങ്ങുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ശ്വാസം ശ്രദ്ധിക്കുക. സ്വയം ചോദിക്കുക, എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഒരു ലിസ്റ്റാണോ? എൻ്റെ ദൈവം ഒരു സപ്ലയർ മാത്രമാണോ? ഞാൻ ദൈവത്തെ ഉപയോഗിക്കാനാണോ പ്രാർത്ഥിക്കുന്നത്? അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം ഇരിക്കാനാണോ? ദൈവത്തോടൊപ്പം ഇരിക്കുമ്പോൾ പ്രാർത്ഥന ഇടപാടല്ല, സാന്നിധ്യമാണ്. ഇതാണ് മാറ്റത്തിൻ്റെ തുടക്കം. ശ്വാസത്തെ ശ്രദ്ധിക്കുക, ശാന്തത അനുഭവിക്കുക. പതുക്കെ കണ്ണുകൾ തുറക്കുക. അടുത്ത ഭാഗം, ഇമോഷണൽ ബ്രെയിൻ എങ്ങനെ നമ്മുടെ പ്രാർത്ഥനയെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കാം. TH ടെമ്പിൾ ടു ഹോം മെഡിറ്റേഷൻ യാത്രയിൽ വീണ്ടും കാണാം. നന്ദി.